ഹായ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗോമസിലേക്ക് പോണ വഴിക്ക് നമ്മൾ പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നമ്മളടുത്ത് ട്രെയിൻ എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനെ കയറ്റി പോയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുന്നുണ്ട്. ഇതാണ് ട്രെയിൻ. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള അതിൻ്റെ ബോഗീസാണ് വരുന്നത്. അതിലോട്ട് നമ്മൾ നമ്മുടെ കാർ ഓടിച്ച ട്രെയിനിൽ കയറും. വന്നിട്ട് നമ്മൾ ഈ ട്രെയിൻ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഒരു നല്ല എക്സ്പീരിയൻസാണ്. അത് നോക്കി ആൽസിൻ്റെ കിടക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെയാട്ടോ ട്രെയിൻ കയറാൻ വേണ്ടി എത്തിയത്. വരുന്ന വഴിക്ക് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒക്കെ ആരോ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലും വഴി വന്നു, ടിക്കറ്റ് എടുത്തു. ഇവിടെ പെർ ഹെഡിനല്ല അവിടെ ടിക്കറ്റ് കൊടുക്കേണ്ടത്, നമ്മുടെ കാറിന്. നമ്മളൊരു 25 euro ആയിരുന്നു പേ ചെയ്തത്. നമ്മൾ എന്നിട്ട് എത്തിയപ്പോൾ ജസ്റ്റ് മിസ് ഇതേ ഒരു ട്രെയിൻ പോയി. അപ്പോൾ ഇനി അടുത്ത ട്രെയിൻ വരുന്നിടം വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മൾ മാത്രമല്ല കേട്ടോ, വേറെ കുറേ കാറുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വന്നു, കാറുകൾ ഇറങ്ങി, അടുത്ത ട്രെയിനിൽ ഇതേ നമ്മൾ കയറി കേട്ടോ. ഇങ്ങനെ അടുങ്ങി പോയി ഫ്രണ്ട് വരെ പോയി കിടക്കണം. അപ്പം നമ്മുടെ കാറ് രണ്ടാമതാണ് കടന്നിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റം വരെ എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞെടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കാരണം നമുക്ക് ടണലൊന്നും അല്ലായിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. സ്വിറ്റ്സർലാൻഡിലെ ഈ പ്രകൃതി ഭംഗി എങ്ങോട്ട് നോക്കിയാലും ഭയങ്കര വാവും തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. നോക്കിക്കേ, ഈ വെള്ളച്ചാട്ടം കാണാൻ എന്ത് ഭംഗിയാണ്. അതുപോലെ തന്നെ ഈ മൗണ്ടൻസിൻ്റെ ഒക്കെ അടിയിൽ ഇവരുടെ ഷാലറ്റ്സ്, ആ വീടുകളെ, അതൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ്. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ അടുത്ത വില്ലേജിലെത്തിയിരിക്കുകയാണ്, കാൻഡർസ്റ്റഡ്. അങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഒരു ചെറിയ നല്ലൊരു നൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ്.